അപ്പോൾ അവർക്കതിൻ്റെ സമയമൊന്നും അറിയാതെ അത് കാണാൻ സാധിക്കാതെ തിരിച്ച് വിഷമിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. ദിവസമുള്ള ഒരു പ്രധാന ചടങ്ങാണ് ആനയോട്ടം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ആനയോട്ടം കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഉത്സാഹമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അപ്പോൾ ചിലരൊക്കെ ഉത്സവത്തിൻ്റെ സമയത്ത് നട അടക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ആനയോട്ടത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ വളരെ രസമായിട്ടുള്ള, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ ഭഗവാന്റെ നാലമ്പലത്തിനുള്ളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ഭഗവാന്റെ 2026 ഗുരുവായൂർ ഉത്സവത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൂരം നിന്ന് വരുന്നവരൊക്കെ, പ്രത്യേകിച്ച് അമ്പലത്തിൽ ഈ ഒരു ഉത്സവം കാണാൻ വരുന്നവരൊക്കെ എന്തായാലും ഈ വീഡിയോയിൽ കണ്ടിരിക്കണം. ഈ ദൂരം നിന്ന് വരുന്നവരൊക്കെ ഓരോ ചടങ്ങുകളും മറ്റുമൊക്കെ കാണണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കതിൻ്റെ സമയമൊന്നും അറിയാതെ അത് കാണാൻ സാധിക്കാതെ തിരിച്ച് വിഷമിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാലമ്പലത്തിലേക്ക് ഈ ഒരു ഉത്സവ സമയത്ത് പ്രവേശിക്കണം, ഭഗവാനെ കാണണം എന്ന ആഗ്രഹത്തോടെ പോകുന്നവരൊക്കെ നാലമ്പലത്തിലേക്ക് ചില സമയത്തൊക്കെ ദർശന നിയന്ത്രണം ഉണ്ടാവും. അപ്പോൾ നാലമ്പലം അവിടെ കടക്കാൻ പറ്റില്ല, അങ്ങനെ ഭഗവാനെ കാണാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉത്സവ ചടങ്ങുകളെ കുറിച്ച് എല്ലാം അറിയണം. നമ്മൾ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ മുഴുവനായി അറിയണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഭഗവാന്റെ ഏറ്റവും മുതൽ ആറാട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി എല്ലാവരും കാണുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സഹസ്ര കലശത്തിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു, നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹസ്ര കലശം ഇന്നത്തോടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ തൊട്ട് ഉത്സവമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫെബ്രുവരി 28 അതായത് നാളെയാണ് നമ്മുടെ ഉത്സവം തുടങ്ങുന്നത്. ഗുരുവായൂർക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അത് മാത്രമല്ല ഭഗവാന്റെ ഗുരുവായൂരിൽ വരുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഉത്സവം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. അവരുടെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഉത്സവത്തിലെ എല്ലാ ചടങ്ങുകളൊക്കെ എല്ലാവരും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. എന്നാലും ഉത്സവത്തിനെ കുറിച്ച് പറയാം. ഉത്സവത്തിൻ്റെ അന്ന്, അതായത് ഫെബ്രുവരി 28 ഒന്നാം ദിവസമാണ് ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ആനയില ശിവേലി ഉണ്ട്. അപ്പോൾ ആനയില ശിവേലി എന്ന് പറഞ്ഞാൽ സാധാരണ ശിവേലിക്ക് ആന ഉണ്ടാവുമല്ലോ, ഈ ആനയില ശിവേലിക്ക് ആന ഉണ്ടാവില്ല. കയ്യിൽ പിടിച്ചിട്ടാണ് ഭഗവാന്റെ തിടമ്പ്, ആനയില്ലാത്ത ശിവേലിയാണത്. അപ്പോൾ അതിൻ്റെ കഥ ചിലർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ആനയോട്ടത്തിൻ്റെ സമയത്തൊക്കെ ഈ കഥ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവരൊക്കെ അത് കാണുക. അപ്പോൾ എന്തായാലും ആനയില്ല ശിവേലി രാവിലെ നടക്കുന്നതാണ്. പിന്നെ അന്നേ ദിവസമുള്ള ഒരു പ്രധാന ചടങ്ങാണ് ആനയോട്ടം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ആനയോട്ടം കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ഒരു ആനയോട്ടത്തിൻ്റെ സമയം എന്ന് പറയുന്നത് 3 മണിക്കാണ്. ആദ്യം പറയട്ടെ, ഈ ഒരു ആനകൾ എവിടെ നിൽക്കുക, ഈ ആനയോട്ടത്തിന് സജ്ജീകരിച്ചിരിക്കുന്ന ആനകൾ എവിടെ നിൽക്കുക എന്ന് ഞാൻ ആദ്യം പറയാം. അത് മഞ്ജുളാലിൻ്റെ ആ ഒരു ഭാഗത്താണ് ആനകൾ നിരന്ന് നിൽക്കുക. 3 ആനകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, പിന്നെ 2 ആനകൾ എക്സ്ട്രാ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ആനകളൊക്കെ അവിടെ അവർ നല്ല കുളിപ്പിച്ച് നല്ല വൃത്തിയായി ശുദ്ധിയാക്കി ആനകളെ അവിടെ ഇങ്ങനെ അവർ നിരത്തി നിർത്തും. അങ്ങനെ 3 മണിയുടെ ആ ഒരു മണി അടിക്കുമ്പോൾ പാരമ്പര്യ അവകാശികൾ, അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാരമ്പര്യ അവകാശികൾ ആനയ്ക്ക് കെട്ടാനുള്ള കുടമണികളും എടുത്തിട്ട് പാപ്പാന്മാരുടെ, ഈ ഒരു മഞ്ജുളാലിൻ്റെ അവിടെയുള്ള പാപ്പാന്മാരുടെ അവിടേക്ക് ഓടി വരും കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആനയോട്ടത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ വളരെ രസമായിട്ടുള്ള ഒരു ഭാഗമാണ്. അവരിങ്ങനെ ഓടി വരും ആ ഒരു കുടമണിയൊക്കെ എടുത്തിട്ട്. അങ്ങനെ ഈ ഓടി വന്നിട്ട് ഇവരത് വേഗം തന്നെ ഈ പാപ്പാന്മാർക്ക്, ഈ ആനകളുടെ പാപ്പാന്മാർക്ക് അവരത് കൊടുക്കും. അങ്ങനെ ഇതൊക്കെ വളരെ വേഗം നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് അവരത് ആനകൾക്ക് കെട്ടിക്കൊടുക്കും. അങ്ങനെ ആനകൾ കെട്ടിക്കൊടുത്ത് ആനകൾ സജ്ജീകൃതമായി എന്ന് തോന്നി കഴിഞ്ഞാൽ മാരാർ ശംഖ് വിളിക്കും. ഈ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്ന ആനകൾക്കൊക്കെ അവർക്കൊക്കെ അത് അറിയാം. അപ്പോൾ ആ ഒരു ശംഖ് വിളിയോട് ഇത് കേട്ട് കഴിഞ്ഞാൽ ആനകളൊക്കെ മെല്ലെ മെല്ലെ ഓടാനായിട്ട് തുടങ്ങും. അപ്പോൾ കൂടെ പാപ്പാന്മാരോടും പിന്നെ കുറേ ആൾക്കാരൊക്കെ അവരുടെ കൂടെ ഇങ്ങനെ ഓടുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം, അതായത് ഈ ദേവസ്വക്കാർ, പോലീസ്, അവരൊക്കെ കിട്ടോ കൂടെ ഓടുന്നുണ്ടാവുക. ഭക്തജനങ്ങളൊക്കെ ഇത് കാണാനായിട്ട് വളരെ രസമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങളൊക്കെ ആ ഒരു മഞ്ജുളാലിൻ്റെ ആ ഭാഗത്തൊക്കെ കുറേ പേര് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആനയോട്ടം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു 2 മണി ആ ഒരു സമയത്ത് തന്നെ അവിടെ വന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വളരെയധികം തിരക്ക് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വന്ന് നിൽക്കണം. അങ്ങനെ ആനകളൊക്കെ ഈ ഒരു ശംഖുവിളിയോടുകൂടി ആനകളൊക്കെ ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഈ ആനകൾ ഓടി ആദ്യം ഗോപുരവാതിൽ കടന്ന് കൊടിമരം തൊടുന്ന ആനയെയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ അത് ഈ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ 7 ഓട്ടം ചുറ്റമ്പലത്തിൽ ഓടണം കേട്ടോ, അത് വേറെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ആനയെ
തിരഞ്ഞെടുക്കും. പിന്നെ ഈ ഒരു ആനയ്ക്ക് വളരെയധികം പ്രത്യേകതകൾ VIP പോലെയാണ് നോക്കുക. കാരണം ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു ക്ഷേത്രത്തിന് അവിടെ തന്നെയായിരിക്കും പിന്നെ മുഴുവൻ സമയവും ആന പുറത്തേക്കൊന്നും പോവില്ല. ആനയ്ക്കുള്ള ഭക്ഷണം അതൊക്കെ അവിടെ വരുന്ന ഭക്തജനങ്ങളൊക്കെ ചിലരൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലത്തെ അതൊക്കെ തന്നെ ഈ ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ച് കൊടുക്കും. പിന്നെ ആ ആന ഭഗവാന്റെ ആനയായിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദീപാരാധനയാണ് ഉണ്ടാവുക. ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവർണ്ണം നടത്തും. അപ്പോൾ നമ്മൾ ഈ സഹസ്രകാലശത്തിൻ്റെ വീഡിയോയിൽ ഞാൻ ആചാര്യവർണ്ണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹസ്രകാലശം തുടങ്ങുമ്പോഴും ആചാര്യവർണ്ണം നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കൊടിയേറ്റത്തിന് അന്നും ആചാര്യവർണ്ണം നടത്തുന്നുണ്ട് കേട്ടോ. മല്ലിശ്ശേരി നമ്പൂതിരി തന്ത്രി നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രയും നൽകുന്ന ചടങ്ങാണ് ഈ ആചാര്യവർണ്ണം എന്ന് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മുളയിടൽ ചടങ്ങാണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ കൊടിയേറ്റം വരുന്നത്. കുംഭമാസത്തിലെ പൂയം നക്ഷത്രം രാത്രി വരുന്ന ദിവസത്തിലാണ് കൊടിയേറ്റം നടക്കുക. അപ്പോൾ ഈ കൊടിയേറ്റം കാണണം. അത് വലിയൊരു അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഉത്സാഹമാണ്. അതായത് ഇനി ഉള്ള നാളുകൾ സന്തോഷത്തിൻ്റെ നാളുകളാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കൊടിയേറ്റം. അപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ച് ഞാൻ പറയാം കേട്ടോ, ഒരു 9 മണി 9:30 ആയിരിക്കാം, ചിലപ്പോൾ ഒരു 8 മണി. അത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ആ ഒരു നാളും അതൊക്കെ വെച്ചിട്ട് അവർ അങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള സമയം പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഒരു 8 മണിക്കൊക്കെ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുള്ള ഒരു 8 മണിക്കൊക്കെ ഒന്ന് വന്ന് നിൽക്കുക. ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഈ കൊടിയേറ്റം. റോട്ടിൽ നിന്നിട്ടും അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം കൊടി അത്രയും ഉയരമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ കൊടി ഏറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടും കാണാനായിട്ട് സാധിക്കും കേട്ടോ. ക്ഷേത്രത്തിൽ അവിടെ കൊടിയുടെ അടുത്തല്ല, നമ്മുടെ ഭഗവതി കെട്ടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് നിന്നിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ കൊടിപ്പുറത്ത് വിളക്ക്, പിന്നെയുള്ള വിളക്കിനെ കൊടിപ്പുറത്ത് വിളക്ക് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു പരിപാടികളെല്ലാം കഴിയാനായിട്ട് ഏകദേശം 1:30, 2:30 ആ ഒരു സമയമൊക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം 2ാം ദിവസമാണ് ഉത്സവത്തിൻ്റെ. അന്ന് രാവിലെ സാധാരണ പോലെയൊക്കെ നടക്കും. പിന്നെ അന്നത്തെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാഴ്ച ശീവേലിയാണ്. അതിനു മുമ്പ് ദിക്ക് കൊടികളെ സ്ഥാപിക്കും കേട്ടോ. 4 ഭാഗത്തും ദിക്ക് കൊടികളെ സ്ഥാപിക്കും. അതിന് ശേഷമാണ് കാഴ്ച ശീവേലി നടക്കുന്നത്. പിന്നെ പന്തീരടി പൂജ, പാലഭിഷേകം സാധാരണ പോലെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീഭൂത ബലിയുണ്ട്. ആ ഒരു സമയത്താണ് ഭഗവാനെ സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുക. നാലമ്പലത്തിലെ സപ്തമാതൃക്കളുടെ അവിടെയൊക്കെയാണ് എഴുന്നള്ളിച്ച് ഇരുത്തുക. ഞാൻ നേരത്തെ കൊടിയേറ്റത്തിൻ്റെ സമയം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 9:45, ഒരു 9:30, 10:45 അതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ഭഗവാനെ കൊണ്ടുവന്ന് നിർത്തുക. ഈ ശ്രീഭൂത ബലിക്ക് 4 പ്രദക്ഷിണം ഉണ്ട്. അതിൽ അവസാനത്തെ പ്രദക്ഷിണം എന്ന് പറയുന്നത് ഓട്ടപ്രദക്ഷിണം. അത് കഴിഞ്ഞ് ഭഗവാനെ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ നവകമുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ ഉച്ചപൂജ. അതിനുശേഷം സാധാരണ പോലെ ബാക്കി ചടങ്ങുകളൊക്കെ നടക്കും. അപ്പോൾ സാധാരണ ദിവസങ്ങളിലെ പോലെ അന്നും നട അടക്കും കേട്ടോ. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലരൊക്കെ ഉത്സവത്തിൻ്റെ സമയത്ത് നട അടക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആ ഒരു 2ാം ദിവസം നട അടക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് പിന്നെ സാധാരണ പോലെ നട തുറന്നാൽ ഉച്ചശീവേലി സാധാരണ പോലെ തന്നെ ദീപാരാധന അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചടങ്ങുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രീഭൂത ബലിയുണ്ട്. ആ സമയത്ത് ഭഗവാനെ ചുറ്റമ്പലത്തിനുള്ളിലുള്ള വടക്ക് ഭാഗത്ത് ഭഗവാനെ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് നിർത്തും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് നിർത്തില്ലേ, അത് കാണുന്നത് വളരെയധികം പുണ്യമാണ്. അത് കാണുമ്പോൾ ഞാനും ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ ഭഗവാനെ നാലമ്പലത്തിനുള്ളിലേക്ക് പോയി കാണുന്നത് പോലെ അതേപോലെ ഒരു അനുഭവം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഒരു രാജാവിനൊക്കെ ഇങ്ങനെ കൊടുന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ ജനങ്ങളിങ്ങനെ കാണാൻ പോകുന്ന പോലെ വളരെ രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കാണാൻ സാധിക്കുന്നവർ പരമാവധി കാണാൻ നോക്കുക. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു 2 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ തന്നെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. 8ാം ദിവസമാണ്. കുറച്ച് വലിയ ചടങ്ങുകളൊക്കെ നടക്കുന്നത് 8ാം ദിവസമാണ്. അന്ന് ഉത്സവ ബലിയുണ്ട്. രാവിലത്തെ ശീവേലി സാധാരണ പോലെയാണ് നടക്കുക. പിന്നെയുള്ള സ്ത്രീഭൂത ബലി വളരെ വിസ്തരിച്ച് തന്നെ നടക്കും കേട്ടോ. ഇത് തുടങ്ങി ഏകദേശം 4:30 വരെ ഈ ഒരു ശ്രീഭൂത ബലി ഉണ്ടാകും. ഇത് കഴിഞ്ഞാണ് പിന്നെ ഉച്ചപൂജ നടക്കുക, ഉച്ചശീവേലി, ദീപാരാധന, അങ്ങനെ സാധാരണ പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ അടുത്തത് 9ാം ദിവസമാണ്. അന്ന് രാവിലെ സാധാരണ പോലെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കും. അന്ന് വൈകിട്ടാണ് നഗരപ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ഭഗവാൻ തൻ്റെ ജനങ്ങളൊക്കെ കാണാനായിട്ട് നഗരപ്രദക്ഷിണം, അതായത് ഫുള്ളൊന്നുമില്ല കേട്ടോ, ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ചെയ്യും. അപ്പം അത് കാണാനാണെങ്കിലാണ് ആൾക്കാർ കെട്ടിടത്തിൻ്റെ മുകളിലും കുറേ ഭാഗത്ത് ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടാവും കേട്ടോ.
അപ്പോൾ അതിലും നമ്മൾ കുറച്ച് നേരത്തെ ഇതൊക്കെ തുടങ്ങുന്നതിന് കുറച്ച് നേരത്തെ പോയി നിന്നാലേ നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. പിന്നെ അന്നേ ദിവസം തന്നെ ഭഗവാന് ദീപാരാധന നടക്കുന്നത് ചുറ്റമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ്. അന്ന് ശ്രീകോവിലിൻ്റെ ഉള്ളിലല്ല ദീപാരാധന നടക്കുക, ചുറ്റമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഒരു കൊടിമരത്തിൻ്റെ മഞ്ചാടിക്കുരുക്കുള്ള ഒരു ഭാഗത്താണ് അത് ചെയ്യുക. അന്നത്തെ ദിവസം അത് ചെയ്യുക, ഈ ദീപാരാധന നടത്തുക കീഴ്ശാന്തിമാരാണ്. അപ്പോൾ ഈ കീഴ്ശാന്തിമാർക്ക് ലഭിക്കുന്ന ഒരു സുവർണ്ണ അവസരം തന്നെയാണ് ഈ ഒരു ഉത്സവ സമയത്ത് ആ ഒരു പൂജ ചെയ്യുക എന്ന് പറയുന്നത്. ദീപാരാധന കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പ്രദക്ഷിണം ചെയ്തു വന്ന് ഉള്ളിലേക്ക് കടന്നിട്ട് പിന്നെ അകത്തും ഒരു പ്രദക്ഷിണമുണ്ട്. പിന്നെ ആനകളൊക്കെ പോവും, വലിയ വലിയ അവരൊക്കെ പോവും. എന്നിട്ട് ചെറിയൊരു ആനപ്പുറത്ത് ഭഗവാൻ ആ ഒരു മണ്ഡപത്തിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഭഗവാനെ ആനപ്പുറത്ത് അവിടെ ഇരുത്തും. എന്നിട്ട് അവിടെ തിടമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു ചെറിയ ആനപ്പുറത്ത്. ഇനിയാണ് നമ്മുടെ പള്ളിവേറ്റ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ആനപ്പുറത്തിരിക്കുന്ന ഭഗവാന് ഇങ്ങനെ മഹിഷങ്ങളെ വിളിക്കും. അത് കഴിഞ്ഞാൽ മഹിഷങ്ങളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും കേട്ടോ, ഓരോ വേഷത്തിൽ പുലിയായിട്ടും മാനായിട്ടും അങ്ങനെ പല വേഷത്തിലും നിൽക്കുന്നുണ്ടാവും. അവരൊക്കെ കൂടി ഇങ്ങനെ ഓടി വരും. അപ്പോൾ പിന്നെ ഭഗവാന്റെ പള്ളിവേറ്റ നടക്കുകയാണ്. അങ്ങനെ തണ്ടിലേറ്റ് ഒരു പന്നിയുടെ വേഷം കെട്ടും ഒരാൾ. അങ്ങനെ സ്ഥിരമായിട്ട് കെട്ടുന്ന ഒരു പുണ്യം ലഭിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കെട്ടും. അങ്ങനെ ആ പന്നിയെ ഭഗവാന് കൊന്നു എന്നൊരു സങ്കല്പമാണുള്ളത്. അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ ഈ പന്നിയെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പള്ളിവേറ്റ കഴിയും. പിന്നെ പള്ളിവേട്ട കഴിഞ്ഞാൽ ഒരു കൗതുകം, അതായത് നല്ല രസമുള്ളൊരു കാര്യമാണ്. ഭഗവാൻ പള്ളിവേട്ട കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുക എവിടെയെന്നറിയോ, ഒരു മണ്ഡപത്തിൽ ആണ് ഉറങ്ങുക. അങ്ങനെ അവിടെ ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ടാവും ഒരു കാടിൻ്റെ പ്രതീതി നൽകാനായിട്ട്. ഒരു കുഞ്ഞൊരു കട്ടിലിൽ കുറച്ച് ഒരു മെത്ത ഉണ്ടാവും കേട്ടോ, കട്ടിലിൻ്റെ മുകളിൽ മെത്ത ഉണ്ടാവും. എന്നിട്ട് അതിൽ 2 തലയണ, പിന്നെ അങ്ങനെ ഉറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടെ ചുറ്റും നമ്മളെ മുളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വളർന്നിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പോൾ. ആ ഒരു മുള ഒക്കെ ഇവിടെ ഇങ്ങനെ വന്ന് സജ്ജീകരിക്കും. എന്ന് വെച്ചാൽ ഒരു കാടിൻ്റെ പ്രതീതി നൽകണം എന്നതാണ് ഒരു സങ്കല്പം. പള്ളിവേട്ട കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജയൊക്കെ ഉണ്ട് കേട്ടോ, അതിനൊന്നും ഒരു മുടക്കില്ല. അങ്ങനെ ഭഗവാൻ ആ കട്ടിലിൽ കിടന്ന് ഉറങ്ങും. അങ്ങനെ പിറ്റേ ദിവസമാണ് ഭഗവാനെ കണി കാണാൻ ഒരു പശുക്കുട്ടീനെയാണ് കൊണ്ടു നിർത്തുക. അപ്പോൾ ആ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് വേണം ഭഗവാൻ ഉണരാനായിട്ട്. അപ്പോൾ പശുക്കുട്ടി എപ്പോഴാണ് കരയാമെന്ന് നമുക്കറിയില്ലല്ലേ. അപ്പോൾ ആ ഒരു പശുക്കുട്ടി കരയുന്നത് വരെ കാത്തു നിൽക്കും. അങ്ങനെ പശുക്കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഉണരും. അപ്പോൾ എനിക്ക് ആറാട്ട് വരെയുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ വിശദീകരിച്ച്. കാരണം ഇതൊക്കെ ഈ ഉത്സവത്തിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ലെങ്തി ആയി പോയി, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാവുമെന്ന് പറഞ്ഞത് കാരണം സമയം അധികം കൂടുതലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ, തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നതാണ്. പിന്നെ ആറാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ, ആറാട്ടൊക്കെ നല്ല രസമാണ്. കാരണം അത് ഞാൻ പറയാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വിശദീകരിക്കണമെങ്കിൽ കുറേ സമയം വേണം. അതുകൊണ്ട് തന്നെ അത് അടുത്ത വീഡിയോയിൽ അങ്ങനെ ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നമ്മുടെ ഉത്സവത്തിൻ്റെ എല്ലാ ദിവസത്തെയും ഉത്സവ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്, അതെല്ലാവരും കാണാം. അപ്പോൾ ഉത്സവം മുഴുവനായിട്ട് എല്ലാവരും ചാനലിനായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, എന്നാലും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.